ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു ബ്ലൂടൂത്ത് സ്പീക്കറാണ്. ചൈന മെയ്ഡ് ബ്ലൂടൂത്ത് സ്പീക്കർ. ഇതിനെ നമുക്ക് എങ്ങനെ ഇതിൻ്റെ ഫാൾട്ട് എന്താണ് കണ്ടുപിടിക്കാം, അത് നമുക്ക് ഫൈൻഡ് ചെയ്യാം. ഈ ബ്ലൂടൂത്ത് സ്പീക്കർ ചൈന മെയ്ഡ് ബ്ലൂടൂത്ത് സ്പീക്കറാണ്. ഇത് ഓൺ ആകുന്നില്ല, അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. നമുക്കിത് ഓണാക്കാം. ബാക്കിൽ ഒരു ഓൺ ഓഫ് ബട്ടണൊക്കെ ഉണ്ട്. നിലവിൽ ഇത് ഓൺ ആവുന്നില്ല, എന്താണെന്ന് നമുക്ക് നോക്കാം. പിന്നെ അഴിച്ചു തുടങ്ങാം അല്ലേ. ഇത് കൊള്ളാം. ഇതാണ് നമ്മുടെ ബ്ലൂടൂത്ത് സ്പീക്കർ അയച്ചതിന് ശേഷം കാണാൻ കഴിയുന്നത്. ഇതിൻ്റെ ബാറ്ററിയുടെ കണക്ഷൻ കിട്ടുന്നുണ്ട്. ഒരു കപ്പാസിറ്റർ ടൈപ്പ് ബാറ്ററിയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് സോൾവ് ചെയ്ത് കൊടുക്കാം. കാഴ്ചയിൽ കപ്പാസിറ്റർ പോലെ തോന്നും. ഇതാണ് ഇതിൻ്റെ ബാറ്ററി ആയിട്ട് ഉപയോഗിച്ചിരുന്നത്. നന്നായിട്ട് സോൾവ് ചെയ്ത് കൊടുക്കാം. കാരണം ഇനി അതുപോലെ കപ്പാസിറ്റർ ഇളകി അല്ലെങ്കിൽ ബാറ്ററി ഇളകി ഇനി വീണ്ടും റിപ്പീറ്റ് കംപ്ലൈൻറ്റ് വരരുത്. അതിനുശേഷം നമുക്ക് ഇത് ഓണാക്കി നോക്കാം. ഓക്കെ, ഡൺ. ഓക്കെ, ബ്ലൂടൂത്ത് ഓണായിട്ടുണ്ട്. ബ്ലൂടൂത്ത് മോഡ് ഓണായി. നമുക്ക് ബ്ലൂടൂത്തിൽ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ ഇതിന് കംപ്ലൈൻറ്റ്. സ്പീക്കർ ഓൺ ആയിട്ടുണ്ട്. Welcome to JK Music World. Bluetooth mode. നമുക്ക് നമ്മുടെ കംപ്ലൈൻറ്റ് വളരെ സിമ്പിൾ കംപ്ലൈൻ്റ് ആയിരുന്നു. പെട്ടെന്ന് തന്നെ ഇത് തീർക്കാൻ പറ്റി. നമുക്കത് പാക്ക് ചെയ്യാം. റിസീവ് ചെയ്യാനുള്ള ബ്ലൂടൂത്തിൻ്റെ തന്നെ ഈ നമ്മുടെ ടൈയുടെ ഉള്ളിലൂടെ പോയിട്ട് വയർ. ഈ ടോപ്പിൽ വരുന്ന ആകെ 3 സ്ക്രൂ മാത്രമാണ് ഇതിനായിട്ട് ഉപയോഗിക്കാൻ, ഇതിന് ഫിറ്റ് ചെയ്യാൻ വേണ്ടി ഇവർ വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മുടെ ബ്ലൂടൂത്ത് സ്പീക്കർ ഇങ്ങനെ സെറ്റായിട്ടുണ്ട്. Welcome to JK Music World. Bluetooth mode. Welcome to JK Music World. അപ്പോൾ ബ്ലൂടൂത്ത് സ്പീക്കർ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞാൽ കാര്യമായിട്ട് കംപ്ലൈൻ്റ് ഒന്നും ഉണ്ടായില്ല. വളരെ സിമ്പിളായിട്ട് ബാറ്ററിയുടെ കോണ്ടാക്റ്റ് വിട്ടുപോയതായിരുന്നു. നമ്മൾ സോൾവ് ചെയ്ത് വിജയിപ്പിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ബ്ലൂടൂത്ത് സ്പീക്കറുകൾ ഇങ്ങനെ കംപ്ലൈൻറ്റുകൾ കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ അഴിച്ച് നോക്കാവുന്നതായിരിക്കും. ഇത്
നിലത്ത് വീണ് കഴിഞ്ഞാലൊക്കെ ഉണ്ടാകുന്ന ഒരു ചെറിയ കംപ്ലൈൻറ്റുകളാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക.